ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഈ സാഖ്യയോഗത്തിലെ 70, 71, 72 ഈ 3 ശ്ലോകങ്ങളാണ് നോക്കണേ. അതോടെ നമ്മുടെ ഈ സാഖ്യയോഗം എന്നുള്ള അധ്യായം കഴിയാണ്. ആദ്യം 70ാമത്തെ ശ്ലോകം നോക്കാം. ആപൂര്യമാണമജലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമി. വാക്കുകളുടെ അർത്ഥം നോക്കാം. ആപൂര്യമാണം എന്ന് പറഞ്ഞാൽ വെള്ളം നിറഞ്ഞിരിക്കുന്നതും, അജലപ്രതിഷ്ഠം എന്ന് പറഞ്ഞാൽ നിശ്ചലവുമായ, ആപ്യ എന്ന് പറഞ്ഞാൽ വെള്ളം, യദ്വത് എന്ന് പറഞ്ഞാൽ എപ്രകാരമാണോ, പ്രവിശന്തി പ്രവേശിക്കുന്നത്, തദ്വത് അപ്രകാരം, സർവേ കാമ എല്ലാ ആഗ്രഹങ്ങളും, യം എന്ന് പറഞ്ഞാൽ യാതൊരുവനെ, സ അവൻ, ശാന്തിം പരമശാന്തിയെ, ആപ്നോതി പ്രാപിക്കുന്നു, കാമകാമീന എന്ന് പറഞ്ഞാൽ വിഷയങ്ങളെ ആഗ്രഹിക്കുന്നവൻ പ്രാപിക്കുന്നില്ല. ഇനി അതിൻ്റെ വ്യാഖ്യാനം നോക്കാം. ഈ പർവ്വതങ്ങളിൽ നിന്ന് പുറപ്പെട്ട് സമുദ്രത്തിന് അഭിമുഖമായിട്ട് നിറഞ്ഞ് ഒഴുകി കുതിച്ച് പാഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന നദികളെന്ന പോലെ ആരുടെ മനസ്സിലാണോ കാമാദി വികാരങ്ങൾ ശക്തിയാവണ്ണം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്, ആ കാമങ്ങളെ തന്നെ അവർ കാമിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രസ്തുത മൂഢൻ ഒരിക്കലും ശാന്തിയെ പ്രാപിക്കുന്നില്ല. അപ്പോൾ ഈ പർവ്വതങ്ങളിൽ നിന്നൊക്കെ നദികൾ ഒലിച്ച് വന്ന് ഇങ്ങനെ കുത്തി ഒഴുകി പോണത് കണ്ടിട്ടില്ലേ? അതേപോലെ ആരുടെ മനസ്സിലാണോ ഈ കാമവികാരങ്ങൾ, കാമനകൾ ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയും അതിനു വേണ്ടി മാത്രം ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ ഉള്ള ആ മൂഢനായിട്ടുള്ള മനുഷ്യൻ ഒരിക്കലും ശാന്തിയെ പ്രാപിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഭഗവാൻ പറയുന്നതാണ് അർജുനനോട്. വികാരങ്ങളെ കൊണ്ട് മനസ്സ് പ്രക്ഷുബ്ധമായിരിക്കുമ്പോൾ ശാന്തിയോ ആത്മഭാവമോ ഒന്നും ഉണ്ടാവാൻ സാധിക്കില്ല. അപ്പോൾ മനസ്സ് ഒരിക്കലും ഈ വികാരങ്ങളെ കൊണ്ട്, അത് ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ കൂടി വരുമ്പോൾ എന്തായാലും മനസ്സ് വിക്ഷുബ്ധമാവും. അത് കിട്ടാത്തതിലുള്ള ബുദ്ധിമുട്ട്, കിട്ടിയിട്ട് അതിന് സംതൃപ്തി ഇല്ലായക, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. അപ്പോൾ ഒക്കെ നമ്മുടെ മനസ്സ് പ്രക്ഷുബ്ധമായിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് ശാന്തിയോ ആത്മഭാവമോ ഒന്നും ഉണ്ടാവില്ല. അതിനാൽ നമ്മൾ വികാരങ്ങളൊക്കെ അടക്കി മനസ്സിനെ പ്രശാന്തമാക്കുമ്പോൾ മാത്രമേ ആത്മഭാവം ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതേപോലെ ഈ ഒരു വിഷയേച്ഛുക്കളും ശാന്തിയെ പ്രാപിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. സ്വാഭാവികമായിട്ടുള്ള ഒരു പൂർണ്ണത മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ള മുനിമാരെ കുറിച്ചൊക്കെ പഠിച്ചിട്ടില്ലേ? അവർക്കൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു പൂർണ്ണത മാത്രമാണ് അവരുടെ വിഷയാനുഭവം എന്നൊക്കെ പറയുന്നത്. ഈ സമുദ്രം ഒരിക്കലും വെള്ളം അന്വേഷിച്ചിട്ട് നദിയുടെ അടുത്തേക്ക് പോവാറില്ല, എവിടെയും പോകുന്നില്ലല്ലോ, നദി ഒഴുകി ചെല്ലണു. അതേസമയം തന്നിൽ വന്നു ചേരുന്ന ഈ വെള്ളത്തെ ഒന്നും തടുക്കുകയോ വെറുക്കുകയോ സമുദ്രം ചെയ്യുന്നില്ല, അതിനൊക്കെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ബുദ്ധിമാന്മാർ ഇന്ദ്രിയാനുഭവങ്ങളോട് പുലർത്തേണ്ട സമീപനം ഇതാണ്. ഒരു സമുദ്രം എങ്ങനെയാണോ ഒഴുകി വരുന്ന നദികളിലെ വെള്ളത്തെ ഒന്നും തടയണില്ല, വർണ്ണനയൊക്കെ സ്വീകരിക്കണോ, അങ്ങനെയുള്ള ഒരു രീതിയിൽ വേണം ബുദ്ധിയുള്ള ആൾക്കാരെ ഇന്ദ്രിയാനുഭവങ്ങളോട് ഇടപഴകാൻ. ഭോഗത്തിനായിട്ട് കാക്ഷിക്കുകയും വേണ്ട, ഭോഗം വിധിമതം വർജിക്കുകയും വേണ്ട എന്ന് നമ്മുടെ ഭാഷാപിതാവ് പറഞ്ഞത് വളരെ കൃത്യമാണെന്ന് ഭഗവാന്റെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുണ്ടല്ലോ. ഇനി അടുത്ത ശ്ലോകം. വിഹായ കാമാൻ യസർവാൻ പുമാംശ്ചരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര സശാന്തിമധിഗച്ഛതി. ഇനി വാക്കുകളുടെ അർത്ഥം നോക്കാം. യ എന്ന് പറഞ്ഞാൽ യാതൊരു, പുമാൻ മനുഷ്യൻ, വിഹായ ഉപേക്ഷിച്ച്, നിസ്പൃഹ യാതൊന്നിലും ഇച്ഛയില്ലാത്തവനും, നിർമ്മമ എൻ്റേതെന്ന അഭിമാനമില്ലാത്തവനും, നിരഹങ്കാര ഞാനെന്ന ഭാവം ഇല്ലാത്തവനുമായി, ചരതി എപ്പോഴും സഞ്ചരിക്കുന്നുവോ, സ എന്ന് പറഞ്ഞാൽ അവൻ മാത്രമാണ്, ശാന്തിം മനസ്സ് ആത്മാവിൽ ലയിച്ചിട്ട് ഒന്നായി തീരലാകുന്നുള്ള ശാന്തി, അതായത് മോക്ഷത്തെ, അധിഗച്ഛതി എന്ന് പറഞ്ഞാൽ പ്രാപിക്കുന്നു. ഇനി അതിൻ്റെ വ്യാഖ്യാനം നോക്കാം. എന്തെങ്കിലും തൻ്റേതാകണമെന്ന കാമനയോ
ഒക്കെ, അല്ലെങ്കിൽ പിന്നെ എന്തിനോടെങ്കിലും മമതയോ എന്തെങ്കിലും ഒന്നിനെ പിരിയാൻ മടിയോ ഇല്ലാതെ ഉള്ള ഒരാൾ, യാതൊരുവൻ നിരഹങ്കാരിയായിട്ട് ജീവിതപാതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നുവോ അവന് ശാന്തി കൈവരുന്നു. അപ്പോൾ ഒന്നിനോടും എന്തെങ്കിലും ഒരു സാധനം ഇപ്പോൾ തൻ്റേതാവണം എന്നുള്ളൊരാഗ്രഹം ഇല്ലായ്മ, അതേപോലെ ഒന്നിനോടും പ്രത്യേകിച്ചൊരു മമത ദേഷ്യമോ ഇല്ലാത്തൊരവസ്ഥ, ഇനിയിപ്പോൾ ഒന്നിനെ പിരിയാനുള്ള മടിയോ അങ്ങനെ ഒന്നുമില്ലാതെ അവനവൻ്റെ ജീവിതപാതയിലൂടെ ശാന്തതയോടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ശാന്തി, അതായത് മോക്ഷം കിട്ടാൻ എളുപ്പമാണ്. സന്യാസത്തിന് ഗീത കൽപ്പിക്കുന്ന അർത്ഥം ഇതാണ്. ഈ ശ്ലോകത്തിലൂടെ നമുക്ക് വ്യക്തമാണ്. വിഷയങ്ങളെയോ അല്ലെങ്കിൽ കർമ്മങ്ങളെയോ അല്ല, മനസ്സിന് അവയോടുള്ള അടിമത്തത്തെയാണ് നാം പരിത്യജിക്കേണ്ടത്. അപ്പോൾ വിഷയങ്ങളെയോ അതിനോട് ചേർന്നിട്ടുള്ള കർമ്മങ്ങളെയോ അല്ല, നമ്മുടെ മനസ്സിന് അതിനോടുണ്ടാവുന്ന ഒരു അടിമത്തം, അതിനെയാണ് നമ്മൾ പരിത്യജിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഒരു തരത്തിലുള്ള അഹങ്കാരവും ഉണ്ടായിരിക്കാനും പാടില്ല. ഒന്നിലും ഈ ആൾക്ക് അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. ഈ ആത്മസാക്ഷാത്കാരത്തിലേക്ക് ശ്രമിക്കുന്ന ഒരാൾക്ക് ഒരു തരത്തിലും ഒരു അഹങ്കാരവും ഉണ്ടാവാൻ പാടില്ല. ഇനിയിപ്പോൾ അത് ഒന്നും കൂടി പറയുകയാണെങ്കിൽ, ഈ ലോകത്തിലെ ഒന്നും നിഷിദ്ധമല്ല. ഇന്ദ്രിയങ്ങളെ നമ്മൾ കൊല്ലുന്നത് കൊണ്ട് ഇപ്പോൾ അത് പാടില്ല ഇത് പാടില്ല ഒന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ തന്നെ കൊല്ലുന്നത് കൊണ്ട് ഒരു കാര്യവും ഇല്ല. മനസ്സിനെ പാകപ്പെടുത്തലാണ് ഈ സന്യാസത്തിലേക്കുള്ള വഴി എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലാതെ നമ്മൾ ബലമായിട്ട് എല്ലാ ആഗ്രഹങ്ങളെയും ഒതുക്കി വെച്ചാൽ അതൊന്നും പറ്റില്ല. നമ്മളുടെ അതിനോടുള്ള ആഗ്രഹത്തെയാണ് നമ്മൾ, മനസ്സിൻ്റെ ആഗ്രഹത്തെ ഇല്ലാതാക്കണം. അതാണ് സന്യാസത്തിലേക്കുള്ള പാത എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം 72. ഏഷാ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാം മന്ദഗാഖേദി ബ്രഹ്മനിർവാണമൃച്ഛതി. ഏഷാ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യ മന്ദകാലേബി ബ്രഹ്മനിർവാണമൃച്ഛതി. അത് ഇനി വാക്കുകളുടെ അർത്ഥം നോക്കാം. ഏഷ എന്ന് പറഞ്ഞാൽ ഇതാണ്, ബ്രാഹ്മി സ്ഥിതി ബ്രഹ്മനിഷ്ഠ, ഏനാം ഇതിനെ, പ്രാപിച്ചു കഴിഞ്ഞാൽ, ന വിമുഹ്യതി പിന്നെ ഒരിക്കലും ആത്മവിസ്മൃതിയാകുന്ന മോഹത്തിന് വശംവദനാകുന്നില്ല എന്ന്. ന വിമുഹ്യതി എന്ന് വെച്ചാൽ പിന്നെ വീണ്ടും ഇതിലേക്കൊന്നും വലിച്ചിഴക്കപ്പെടുന്നില്ല. അന്തകാലേ അഭി എന്ന് പറഞ്ഞാൽ അവസാന കാലത്ത് പോലും, അസ്യാം സ്ഥിത്വ ഇതിൽ എന്ന് പറഞ്ഞാൽ ബ്രഹ്മനിഷ്ഠയിൽ സ്ഥിതി ചെയ്യാൻ കഴിഞ്ഞാൽ, ബ്രഹ്മനിർവാണം ബ്രഹ്മത്തിൽ ലയിച്ച് ഒന്നാകുന്ന മോക്ഷത്തെ, ഋച്ഛതി എന്ന് പറഞ്ഞാൽ പ്രാപിക്കുന്നു. ഭഗവാൻ പറയാണ്, ഹേ അർജുന, ഇതാണ് ബ്രഹ്മനിഷ്ഠ. ഈ ബ്രഹ്മനിഷ്ഠ നേടിക്കഴിഞ്ഞാൽ പിന്നെ വാസ്തവമല്ലാത്ത ഒന്നിലും നീ ഭ്രമിച്ചു പോവില്ല. മരണകാലത്ത് മാത്രമാണെങ്കിൽ പോലും ഈ നിഷ്ഠയിൽ സ്ഥിതി ചെയ്താൽ പരമമായ മോക്ഷം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ബ്രഹ്മനിഷ്ഠയിൽ അത് നേടിക്കഴിഞ്ഞാൽ, ഈ ബ്രഹ്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ നേടിക്കഴിഞ്ഞാൽ വാസ്തവമല്ലാത്ത, അതായത് ഈ ലൗകികത്തിലെ കാര്യങ്ങളിലൊന്നും നമ്മൾ ഭ്രമിക്കില്ല. മരണകാലത്ത് മാത്രമാണെങ്കിൽ പോലും ഈ നിഷ്ഠയിൽ സ്ഥിതി ചെയ്താൽ പരമമായ മോക്ഷം അനുഭവിക്കാവുന്നതാണ്. പരമ്പൊരുൾ മൂന്നായി പിരിയുന്നതാണ് നമ്മളുടെ അദ്വൈത പ്രകാരമുള്ള പ്രപഞ്ചോൽപത്തി എന്ന് പറയുന്നത്. ഈശ്വരൻ്റെ തന്നെ ഭാവാന്തരമായിട്ടുള്ള അക്ഷരബ്രഹ്മം ഉണ്ടാകുന്നു. ഈ പരാശക്തിയുടെ ആദ്യ സ്പന്ദനത്തിന് ഈ അവ്യക്തത്തിൽ ഒരു ഇത് ഞാൻ മുന്നൊരു ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്, അനുരണനം ഉണ്ടായാൽ ഈ കാണപ്പെടുന്ന വിശ്വം, അതായത് ക്ഷരബ്രഹ്മം ഉണ്ടാകുന്നു. അപ്പോൾ ഈ പരമ്പൊരുൾ മൂന്നായി പിരിയുന്നതാണ് അദ്വൈത പ്രകാരം പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി. ഈശ്വരൻ്റെ തന്നെ ഒരു ഭാവാന്തരമായിട്ടുള്ള അക്ഷരബ്രഹ്മം ഉണ്ടാകുന്നു. ഈ പരാശക്തിയുടെ ആദ്യ സ്പന്ദനത്തിന് അവ്യക്തത്തിൽ അനുരണനം ഉണ്ടായിക്കഴിഞ്ഞാൽ കാണപ്പെടുന്ന വിശ്വം, അതായത് ഈ ക്ഷരബ്രഹ്മം ഉണ്ടാകുന്നു. വിശ്വത്തിലെ ജീവനുള്ളതും നമ്മൾ ജീവനില്ല എന്ന് നമുക്ക് തോന്നുന്നതായിട്ടുള്ള കല്ലും മണ്ണിനും പോലും അക്ഷരബ്രഹ്മത്തിൽ രൂപനിർമ്മാണ ക്ഷേത്രങ്ങളുണ്ടെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ജീവനില്ലാത്ത വസ്തുക്കളിൽ പെടുത്തിയിരിക്കുകയാണ്, കല്ല് മണ്ണ് അതിനൊക്കെ. പക്ഷേ അതിന് പോലും അതിൻ്റെ രൂപനിർമ്മാണ ക്ഷേത്രങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മളത് സയൻറ്റിഫിക്കായിട്ട് പോലും അത് കുറച്ച് ശരിയെന്ന് പറയുന്നുണ്ട്.
അവർക്കും ചെറിയ തോതിലൊക്കെ ഈശത്തിൻ്റെ അംശം തന്നെയാണ് അവരിലും ഉള്ളത്. എന്ന് വെച്ചാൽ ലോകത്തിലെ എല്ലാം തന്നെ പരാശക്തിയുടെ മൂന്നാം പതിപ്പുകൾ മാത്രമാണ്. ഇതുവഴി പരാശക്തിയെ അറിയാനുള്ള കഴിവ് അത് നമ്മൾ മനുഷ്യർക്ക് മാത്രമാണ് ഉള്ളത്. മറ്റ് ജന്തുജാലങ്ങൾക്കും ഉള്ളതായിട്ട് നമുക്കറിയില്ല. അതുപോലെ കല്ലുമണ്ണ് അതിനൊന്നും ഉള്ളതായിട്ട് നമുക്ക് സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല, നമുക്കറിയില്ല. ഇപ്പോൾ നമ്മളുടെ അറിവിൽ വെച്ചിട്ട് നമ്മൾ മനുഷ്യൻ എന്നുള്ള നമ്മളെപ്പോലുള്ളവർക്ക് മാത്രമാണ് ഇതൊക്കെ ഈ പരാശക്തിയെക്കുറിച്ചൊക്കെ അതിലേക്കൊക്കെ എത്തിച്ചേരാനൊക്കെയുള്ള കഴിവ് നമ്മളിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഈ ശരീരക്ഷേത്രം, ഈ ശരീരം തന്നെ ക്ഷേത്രമാണ്. ആ ക്ഷേത്രം വഴി പരാശക്തിയെ അറിയാൻ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കി വെക്കണം. അതിനെന്താ ചെയ്യുക? വികാരങ്ങളിന്മേൽ നിയന്ത്രണം വേണം. ഇത് തന്നെ ഭഗവാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ആത്മബോധമുള്ള ബുദ്ധിയുടെ കീഴിൽ വേണം മനസ്സ് നിൽക്കേണ്ടത്. ആ മനസ്സിൻ്റെ കടിഞ്ഞാണിൽ ഇന്ദ്രിയങ്ങൾ ഒതുങ്ങുകയും വേണം. ഇത് നമ്മൾ സ്വയം പരിശീലിച്ച് നേടുക തന്നെ വേണ്ട ഒരു സിദ്ധി തന്നെയാണ്. അങ്ങനെ ആയാൽ അങ്ങനെ നമ്മളത് പരിശീലിച്ച് നമ്മൾ ആ നിലയിലെത്തിയാൽ മാത്രമാണ് നമുക്ക് ഈ വികാരങ്ങളെ നിയന്ത്രിക്കാനും മനസ്സും ബുദ്ധിയൊക്കെ ഏകാഗ്രമാകാനും ഒക്കെ സാധിക്കുള്ളൂ. എന്നാൽ അതാണ് ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഒക്കെ ഉള്ള ഒരു വഴിയാണത്. പുറം ലോകത്തെ നിയന്ത്രിക്കാൻ നമുക്ക്, അതായത് അപരാവിദ്യ, അത് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം പുറം ലോകത്തെ നിയന്ത്രിച്ച് നിർത്താനൊക്കെ. പക്ഷേ അകം ലോകത്തെ കൈകാര്യം ചെയ്യാനുള്ള പരാവിദ്യയിൽ നാം ഒരുപാട് പിന്നിലാണ്. നമ്മുടെ ഉള്ളിലുള്ള ആ ലോകത്തെ നിയന്ത്രിക്കാൻ നമുക്ക് വിദ്യകൾ കുറവാണ്. അത് ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്യണം. പരാശക്തിയെ അറിയാൻ കഴിഞ്ഞാൽ ഞാൻ വേറെ എന്ന തോന്നൽ ഇല്ലാതായിട്ട് ജീവിതത്തിൻ്റെയും ഈ ശരീരക്ഷേത്രത്തിൻ്റെയും താളവും സ്വരവും പരാശക്തിയുടേതുമായിട്ട് സമരസപ്പെടുത്താൻ നമുക്ക് പറ്റും. അതോടെ നമ്മൾ ആഗ്രഹിക്കുന്ന ലയം എന്നുള്ള അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും. ആ ബ്രഹ്മവുമായിട്ടുള്ള ലയം അതെത്ര മനോഹരമായിട്ടുള്ളൊരവസ്ഥയാണ്. അതിലേക്ക് എത്താനുള്ള മാർഗങ്ങളൊക്കെ ഇനി നമ്മൾക്ക് ഈ വരുന്ന അധ്യായങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പറഞ്ഞത് അതിൻ്റെ ബേസിക്സ് ആണ്. ഇനി ഒരാൾ നേരെ വിപരീത, ഈ പറഞ്ഞ പോലെ ഒന്നല്ലാതെ നേരെ വിപരീത ദിശയിലേക്കാണ് പോക്കെങ്കിലോ ആത്മാവിനെ കുറിച്ച് പോലും ബോധമുണ്ടാവാതെ ആർത്തികൾ കാമനകൾ ശമിപ്പിക്കാൻ മാത്രം ജീവിതം നയിച്ച് അശാന്തിയിലൂടെ പരിണാമത്തിൻ്റെ താഴെപ്പടികളിലേക്ക് തിരികെ ഇറങ്ങേണ്ടി വരുന്നു. അപ്പോൾ ഈ ആത്മസാക്ഷാത്കാരത്തിനുള്ള ശ്രമം പോലും ഇല്ലാത്ത ആൾക്കാരുടെ അവസ്ഥയാണ് പറയുന്നത്. നേരെ വിപരീത ദിശയിലേക്കാണ് പോകണമെങ്കിൽ അവർക്ക് ആത്മാവിനെ കുറിച്ച് പോലും ഒരു ബോധവും ഒരു അറിവും ഒന്നും ഉണ്ടാവില്ല. അവരുടെ ജീവിതം, അവരുടെ കാമനകൾ, അവരുടെ ആർത്തികൾ, അതൊക്കെ ശമിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ആലോചിച്ചും ശമിപ്പിച്ചൊക്കെ അശാന്തിയിലൂടെ പരിണാമത്തിൻ്റെ താഴത്തെ പടികളിലേക്ക് തിരികെ ഇറങ്ങിപ്പോവാണ് ചെയ്യുന്നത്. ഇനി പരാവിദ്യ പഠിച്ച് വളരെ കുറച്ച് പുരോഗതിയെ നേടാനായുള്ളെങ്കിലോ ഒന്നും വിഷമിക്കാനില്ല. ആ നേട്ടം ഒരിക്കലും നഷ്ടപ്പെടില്ല. ഒരു പൊളിയാത്ത ബാങ്കിലാണിത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. ഒരിക്കലും നമുക്ക് ഒരു കുറച്ച് പുരോഗതി ഉണ്ടായില്ലെങ്കിൽ പോലും അത് നമുക്ക് നഷ്ടപ്പെടില്ല. നമ്മളുടെ വാസനാ സഞ്ചയത്തിൽ ഒരു കുറവും വരാതെ തന്നെ അത് പതിയും. ഏതൊരാൾക്കും ഇതിൽ നമുക്കിപ്പോൾ ഏത് രീതി വേണമെങ്കിലും സ്വീകരിക്കാം. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? മനുഷ്യനായി പിറന്നപ്പോഴേ വന്ന സ്വയം സംസ്കരണ ഉപാധികൾ അതൊന്നും നമ്മളിൽ തന്നെ നിക്ഷേപിച്ചിട്ടുള്ള ഈ സ്വയം സംസ്കരണം, നമ്മൾ മാറാനുള്ള, ആത്മത്തിലേക്ക് നയിക്കാനുള്ള ആ ഉപാധികളൊന്നും എന്തിനെന്നറിയാതെയുള്ള നിലനിൽപ്പ്, നേരത്തെ പറഞ്ഞ പോലെ കാമനകൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി മാത്രമുള്ളത്. 2, ജന്മോദേശത്തിൻ്റെ വഴിയെക്കുറിച്ച് അകത്ത് നിന്ന് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന നിയന്ത്രണം തിരിച്ചറിഞ്ഞ് അധ്യാത്മവിദ്യയൊക്കെ അഭ്യസിച്ച് വളരെയധികം പരിശ്രമിച്ച് സന്തോഷമുള്ള ജീവിതം എന്നിട്ട് എന്താ ചെയ്യുക? പരിണാമത്തിൻ്റെ അവസാന പടിയും കടന്ന് പൂർണ്ണമായിട്ടുള്ള ലയം ഭഗവാനായിട്ട് നമ്മൾ ലയിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതോദ്ദേശം. ഈ അസംഖ്യം ഈ സൈക്ലിക്കായിട്ടുള്ള ജനന മരണ ചക്രങ്ങളിൽ കടന്ന് കറങ്ങണേക്കാൾ ആ ഭഗവാന്റെ ആ പരബ്രഹ്മത്തിൽ ലയിക്കലാണ് ഓരോ മനുഷ്യൻ്റെയും ലക്ഷ്യം. അത് സാധിക്കണം. അത് സാധിക്കാൻ ഇതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് ഇനി വരുന്ന അധ്യായങ്ങളിലൊക്കെ ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ 3 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ നോക്കാം. നാളെയല്ല, അടുത്ത ദിവസം നോക്കാം. നന്ദി.